ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു ഒത്തിരി കാലത്തിന് മുന്നെയാണ്. പക്ഷെ അത് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. അത് കാരണമാണ് ഞാനിത് ഒന്നുകൂടെ ചെയ്യുന്നത്. അതായത് നമ്മുടെ വില കൂടിയ പട്ടുസാരികളൊക്കെ എങ്ങനെ സൂക്ഷിക്കാൻ പറ്റും, അത് എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വില കൂടിയ പട്ടുസാരികൾ വാങ്ങുമ്പം അത് നല്ല മെറ്റീരിയൽ ആണോ അല്ലെങ്കിൽ അത് ഒറിജിനൽ ആണോ എന്ന് നോക്കി വേണം ആദ്യം വാങ്ങാനായിട്ട്. ഇനി വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യാനുള്ളത് അതിൻ്റെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ അതിൽ നിന്ന് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ സാരി ഫോൾസ് വെക്കാൻ കടക്കാരടുത്ത് പറയണം. ഈ സാരി ഫോൾസ് കൈ കൊണ്ടുള്ള ഹാൻഡ് സ്റ്റിച്ചാണ് എപ്പോഴും നല്ലത്. അപ്പം ഇൻ കേസ് ഭാവിയിൽ നിങ്ങൾക്ക് അത് ഇളക്കിയിട്ട് പുതിയ ഒരു സാരി ഫോള് വെക്കണമെങ്കിലും അത് വെക്കാൻ പറ്റും. കാരണം കുറേ നാൾ കഴിയുമ്പോൾ ഈ സാരി ഫോള് ചീത്തയാവും. അപ്പോൾ സാരിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് സാരി ഫോൾസ്. ഈ സാരി ഫോൾസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചെരുപ്പിൻ്റെ എന്തെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ നഖം കൊണ്ടോ അല്ലെങ്കിൽ പാദസരം കൊണ്ടോ ഒക്കെ അത് ചീത്താകാതിരിക്കും, സാരിയുടെ നൂല് വലിയാതിരിക്കും. അതിനാണ് സാരി ഫോൾസ് വയ്ക്കണം. പിന്നെ വേറൊരു കാര്യം, സാരി ഫോൾസ് വെച്ച് തച്ച സാരി ഉടുക്കുമ്പോഴാണ് ഭംഗി വരുന്ന ആൾക്കാർക്ക്. മറ്റത് കാലിൻ്റെ ആ അറ്റം ഇങ്ങനെ ഒരു ഒട്ടി തേമ്പി കിടക്കും പോലെ കിടക്കും. അപ്പോൾ സാരി ഫോൾസ് വെച്ച് തയ്ക്കുന്നതായിരിക്കും എപ്പോഴും ഭംഗി. ഇനി സാരി ഫോൾസ് ഹാൻഡ് സ്റ്റിച്ച് തന്നെ പ്രിഫർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ അത് ചീത്തയായാലും അത് ഇളക്കിയിട്ട് പുതിയതായിട്ട് ഒന്ന് വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സാരി എപ്പോഴും മടക്കി സൂക്ഷിക്കുന്നത് തടി അലമാരയിലായിരിക്കണം. ഇരുമ്പ് അലമാരയിൽ വെക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. തടി അലമാരയിൽ വെക്കുമ്പോൾ തന്നെ അടുക്കി ഒരുപാട് സാരി ഒരുമിച്ച് വെക്കാതിരിക്കുക. അതിന് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം വെക്കാനായിട്ട്. പിന്നെ ഒരു വെള്ള തുണി പോലുള്ള തുണിയിൽ കവർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മസ്ലിൻ തുണി വാങ്ങാൻ കിട്ടും, അത് വാങ്ങിച്ച് സാരി ടേക്ക് കെയർ പോലെ ഒരു സഞ്ചി പോലെ ഓരോന്ന് തയ്ച്ചിട്ട് അതിലൊരു 2-3 സാരി വെച്ചങ്ങ് വെക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. ഒത്തിരി ആൾക്കാരൊക്കെ ഈ ഇടക്കാലത്തൊക്കെ ഒരുപാട് നല്ല സാരികളാണ് വാങ്ങുന്നത്. അതും നല്ല ഹാൻഡ്ലൂം സാരീസ് ആയിരിക്കും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഇല്ല മറ്റേതാണെങ്കിലും കുഴപ്പമില്ല, ഇപ്പം മെഷീൻ ലൂം ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി സാരിയുടെ ബ്ലൗസ് മെറ്റീരിയൽ തയ്ക്കുമ്പോൾ അതിൻ്റെ ലൈനിങ്ങും നമ്മളെപ്പോഴും കഴുകി തേച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഷ്രിങ്ക് ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ കറക്റ്റ് അളവിനുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. സാരിയുടെ ബ്ലൗസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉണക്കുന്നത് തന്നെ മറിച്ചിട്ട് ഉണക്കുക. സാരി അതുപോലെ തന്നെ തേക്കുന്നതായാലും മറിച്ചിട്ട് തേച്ചിട്ട് മടക്കി വെക്കുക. പിന്നെ അതുപോലെ ബ്ലൗസിൽ വിയർപ്പ് ഒത്തിരി പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബ്ലൗസിൽ ഒരുപാട് വിയർപ്പ് പിടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആംപിറ്റൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക. ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ആമസോണിലൊക്കെ ഈ ആംപിറ്റിൽ വെക്കുന്ന പാഡ് കിട്ടും. ബ്ലൗസിൽ അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിയർപ്പ് അതിൽ പിടിക്കും. അപ്പം നമുക്കത് തിരികെ വന്നിട്ട് നമ്മുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അത് ഊരി അങ്ങ് കളയാം. അതിന് വലിയ വിലയൊന്നും ഇല്ല. അപ്പോൾ അത് വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സാരിയുടെ ബ്ലൗസൊക്കെ ഒരുപാട് കാലം നമുക്ക് ഡ്രൈ ക്ലീനോ ഒന്നും ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഡ്രൈ ക്ലീൻ ചെയ്യുക. മാക്സിമം നമ്മൾ സാരി ഉടുത്തോണ്ട് പോകുമ്പോൾ അതിനെ സൂക്ഷിക്കാൻ നോക്കുക. ഒരുപാട് പിന്ന് കുത്താതിരിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പിന്നിട്ട് കുത്തിക്കഴിഞ്ഞാൽ സാരിയിലെല്ലാം കീഴ്ത്ത വരും. മിനിമം പിന്ന് ഉപയോഗിച്ച് സാരി ഉടുക്കാൻ നോക്കുക. പിന്നെ കൊച്ചുകുട്ടികളൊക്കെ അടുത്ത് വരുമ്പോൾ വളരെ ടേക്ക് കെയർ ചെയ്യുക. കാരണം അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ സാരിയിൽ എന്തെങ്കിലും കൊണ്ടൊന്ന് തേക്കുകയോ മുട്ടായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടൊന്ന് തേക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ സാരിയുടെ പുറമെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ കേസ് വെള്ളം വീണ് കഴിഞ്ഞാലും നിങ്ങൾ വീട്ടിലാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ആണെങ്കിലും അകവും പുറവും നിറച്ച് ടാൽക്കം പൗഡർ ഇട്ടിട്ട് ഒരു 4-5 മണിക്കൂർ അങ്ങനെ തന്നെ വെച്ചിട്ട് അത് ഡസ്റ്റ് ചെയ്യുക. അല്ലാതെ തേച്ച് മായ്ക്കാൻ നോക്കരുത്, ഒന്ന് ഡസ്റ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാം പോവും. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം സാരി ഉടുക്കാനായിട്ട്. അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ അംശങ്ങളെല്ലാം അതിൽ പറയും. മേക്കപ്പിൻ്റെ കറയെന്ന് പറഞ്ഞാൽ തുണിയിൽ നിന്നൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് പെർഫ്യൂംസും എല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് സാരി ഉടുക്കാൻ ശ്രമിക്കുക. പിന്നെ പൂവൊക്കെ വെക്കുന്ന കുട്ടികളാണെങ്കിൽ പൂവെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് വേണം ബ്ലൗസ് ഇടാൻ. പൂവെന്ന് ചിലപ്പം വെള്ളമെങ്കിലും ഇറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട്. അല്ല അങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. പിന്നെ സാരിയുടെ അടിയിൽ ഉടുക്കുന്ന അണ്ടർസ്കർട്ട് നമ്മൾ കഴുകി തേച്ചിട്ട് വേണം ഉടുക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് കളറ് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് സാരിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. നല്ല ക്വാളിറ്റിയുള്ള അണ്ടർസ്കർട്ട് വാങ്ങുക. അപ്പോൾ സാരി ഉടുക്കുമ്പോഴും നല്ല ഭംഗിയായിരിക്കും, സാരിക്കും കേട് വരാതിരിക്കും. ചില അണ്ടർസ്കർട്ടുകളൊക്കെ കളർ ഇളകുന്നുണ്ടെങ്കിൽ ആ കളർ നമ്മുടെ സാരിയിലോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. ഈ കാഞ്ചീപുരം അല്ലാത്ത വേറെ സിൽക്ക് സാരീസൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഉടുത്തു കഴിഞ്ഞാൽ ഉടയുന്ന ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ടിപ്പുണ്ട്. അതായത് നമ്മുടെ
സ്റ്റിഫ് ആൻഡ് ഷൈൻ പോലുള്ള ഇത് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മളൊരു സ്പ്രേ ബോട്ടിൽ, നല്ല സ്പ്രേ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുകി കഞ്ഞി മുക്കുന്നതിന് പകരം ഇതൊന്ന് അടിച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല പുതിയതുപോലെ വീണ്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ടൊന്നും കഴുകേണ്ട കാര്യമില്ല, കുറേ പ്രാവശ്യം കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ സാരി മാക്സിമം നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ വെളിയിൽ പോയിട്ട് വന്നാലും അതുകൊണ്ട് ഒരുപാട് വെയിലത്തിടാതെ ഒരു ചെറിയ തണലിലിട്ട് കുറേ നേരം ഉണക്കിയിട്ട് എടുത്ത് സൂക്ഷിക്കുക. പിന്നെ നമ്മൾ സൂക്ഷിക്കുന്ന അലമാരയിൽ ഒരു പ്രാണികളും ഇല്ലാതിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധ നിങ്ങൾക്ക് വേണം. അതിന് ഒരു കിഴിയിൽ പച്ചക്കർപ്പൂരം വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ ആ പച്ചക്കർപ്പൂരം ഒരു കിഴി കെട്ടി ഏതെങ്കിലും ഒരറ്റത്ത് വെക്കുക. അത് സാരിയായിട്ട് തൊടാതിരിക്കണം. സാരിയിൽ തൊട്ടിട്ട് അതിൻ്റെ അംശമൊന്നും സാരിയിൽ ആകാതെ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ഒതുങ്ങിയ ഒരു മൂലയിൽ അത് പച്ചക്കർപ്പൂരം പ്രാണികളെല്ലാം നശിപ്പിക്കും. അപ്പോൾ അത് ഈ സാരീസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ടിപ്പാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ മാക്സിമം നിങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും നിങ്ങളുടെ വർഷങ്ങളോളം നിങ്ങളുടെ സാരികൾ. പിന്നെ പല കളർ സാരികൾ ഒരുമിച്ച് ഞെരുക്കി അലമാരയ്ക്കകത്ത് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ സാരി ഉടുക്കുന്നതിൻ്റെ ഒരു ടിപ്പ്, നമ്മൾ സാരി ഉടുക്കുമ്പോൾ, സാരി ഫോൾസ് ഉള്ള സാരിയാണെങ്കിൽ സാരി ഉടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഭംഗി വരും. ചെരുപ്പിട്ടിട്ടാണ് ഉടുക്കുന്നതെങ്കിൽ അപ്പോൾ ഹൈറ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ മേക്കപ്പും കഴിഞ്ഞ് എല്ലാം ഒരുങ്ങിയതിന് ശേഷം സാരി ഉടുക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും അത് അധികം ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞിടുന്നതേ ഉള്ളൂ. കാരണം ഈ സീസണൊക്കെ എല്ലാവരും സാരിയും ലെഹങ്കയും നല്ല വിലയുള്ള തുണികളൊക്കെ വാങ്ങുന്ന സമയമാണല്ലോ. കുട്ടികളുടെ കല്യാണങ്ങളും ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ അല്ലേ. അപ്പം നിങ്ങൾ വാങ്ങുന്നത് എത്രത്തോളം സൂക്ഷിക്കുമോ അത്രത്തോളം നമുക്ക് ഇരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. ലവ് യു ഓൾ.